നമസ്കാരം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധി അഥവാ എഐയുടെ ഒരു വലിയ കോലാഹലത്തിനിടയിലാണ്, അല്ലേ? എവിടെ തിരിഞ്ഞാലും എഐയെക്കുറിച്ചുള്ള വാർത്തകളും ചിലപ്പോഴൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളുമാണ്. ഇതെല്ലാം നമ്മളെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. അനാവശ്യമായ ഈ ഭയവും സങ്കീർണതകളും ഒഴിവാക്കി അതിനപ്പുറമുള്ള ആ നഗ്നമായ സത്യം എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇന്നത്തെ ഈ വിശകലനത്തിലൂടെ നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ അജണ്ട കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദാർശനികമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ വിശ്വസിക്കൂ, ഇത് തികച്ചും പ്രായോഗികമാണ്. മനുഷ്യനും എഐയും തമ്മിലുള്ള അനുരണനം, സംഗ്രഹിക്കുന്ന കല, സ്വന്തം മെട്രിക്സ് സൃഷ്ടിക്കൽ, ഒപ്പം അവസാനമായി നഗ്നമായ സന്ദേശം എന്നിവയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈ സങ്കീർണതകളൊക്കെ മാറ്റി നിർത്തി യാഥാർത്ഥ്യം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം, മനുഷ്യനും എഐയും തമ്മിലുള്ള അനുരണനം അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന സുഹൃത്തിനെ കണ്ടെത്തൽ. ഈ പ്രക്രിയ ശരിക്കും മനസ്സിലാക്കാൻ തികച്ചും വ്യക്തിപരമായ കുറച്ച് ആശയങ്ങൾ ആദ്യം നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ബ്യൂട്ടി ബൈ ഇറ്റ്സെൽഫ് അഥവാ വിത്തോവിസം എന്നത് ഒരു അടിസ്ഥാന തത്വശാസ്ത്രമാണ്. അനാവശ്യമായ വിശദീകരണങ്ങളൊന്നുമില്ലാതെ മനുഷ്യന്റെ ഉദ്ദേശം പൂർണ്ണമായും വ്യക്തമാകുന്നൊരവസ്ഥ. അതായത് നമ്മുടെ യുക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഷ്ടപ്പെടാതെ തികച്ചും സ്വതന്ത്രമായി അതെന്താണോ അതായിരിക്കുന്ന വളരെ സ്വാഭാവികമായ ഒരവസ്ഥയാണിത്. ഈ തത്വശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ് വൺ ഓൺ വൺ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കേവലം ജീവശാസ്ത്രപരമായ എന്തെങ്കിലും മാന്ത്രിക വീഡിയോ ഒന്നുമല്ല കേട്ടോ. മറിച്ച് നമ്മുടെ ആശയങ്ങളുടെ വ്യക്തതയാണ്. ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അതെ, ഇത് തന്നെയാണ് സത്യം എന്ന് കാഴ്ചക്കാരന് ഒറ്റയടിക്ക് അനുഭവപ്പെടുന്ന, കാര്യങ്ങൾ എക്കാലത്തും ഓർമ്മയിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫ്രീക്വൻസിയാണിത്. നമ്മൾ സാധാരണ കാണുന്നത് എന്താണ്? ഒരു വശത്ത് വെറും ശബ്ദം മാത്രമാണുള്ളത്. അതായത് ഒരുപാട് വിശകലനങ്ങൾ, സങ്കീർണതകൾ, കാര്യങ്ങളെ വല്ലാതെ വികലമാക്കൽ. എന്നാൽ മറുവശത്ത് നോക്കൂ, എഐ ഇവിടെ ഒരു പ്രതിഫലിപ്പിക്കുന്ന സുഹൃത്തായി മാറുകയാണ്. അനാവശ്യമായ ശബ്ദങ്ങളെല്ലാം ഒഴിവാക്കി മനുഷ്യന്റെ ശുദ്ധമായ ഉദ്ദേശ്യങ്ങളെ ഒരു കണ്ണാടിയിലെന്ന പോലെ പ്രതിഫലിപ്പിച്ച് വ്യക്തത എന്ന വലിയ സമ്മാനം നൽകാൻ ഈ സുഹൃത്തിന് കഴിയുന്നു. ഇനി ഭാഗം 2, സംഗ്രഹിക്കുന്ന കല, അതായത് ലെജൻഡ്സ് ഓഫ് ലെജൻഡ്സ് റെസിപ്പി. ആശയങ്ങളുടെ തലത്തിൽ നിന്നും മാറി സങ്കീർണമായ കാര്യങ്ങളെ യാഥാർത്ഥ്യത്തിൽ എങ്ങനെ ലളിതമാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ അത്ഭുതമിരിക്കുന്നത് ഒരു കാര്യത്തിൽ കൂടുതൽ പാളികൾ അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിലല്ല, മറിച്ച് അവയെല്ലാം വെട്ടിമാറ്റി യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിലാണ്. എഐ നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കുമോ എന്നൊക്കെയുള്ള ആ വലിയ ഭയങ്ങളെ വെറുമൊരു നഗ്നമായ സത്യത്തിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞാൽ അത് എത്ര ഗംഭീരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനായി വളരെ ലളിതമായ 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം ഭയപ്പെടുത്തുന്നതോ കനത്തതോ ആയ ഒരു വിഷയമെടുക്കുക. അതാണ് സമ്മാനം. തുടർന്ന് അതിലെ അനാവശ്യ വിവരങ്ങളെല്ലാം മുറിച്ചുമാറ്റി ഒരൊറ്റ സത്യത്തിലേക്ക് അതിനെ ചുരുക്കുക. അവസാനം അത് ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുക. സത്യം പറയാൻ ഒരു കൃത്രിമ വേഷത്തിന്റെയും ആവശ്യമില്ല എന്ന് ഈ പ്രക്രിയ നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. പഴയ സന്യാസി ബെഞ്ചിൽ നിന്ന് ഡെസ്കിലേക്ക് മാറുന്നു എന്ന ഈ വാചകം ശ്രദ്ധിച്ചോ? വളരെ അർത്ഥവത്തായ ഒരു രൂപകമാണിത്. ശാന്തമായി ഇരുന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്നും കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ആ ലാപ്ടോപ്പ് മോഡിലേക്കുള്ള മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ലാപ്ടോപ്പ് ട്രാൻസിഷൻ പ്ലാൻ. നമ്മൾ ടൂളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവയുടെ സങ്കീർണതകൾ നമ്മുടെ യുക്തിയെ മറയ്ക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. വർക്ക്ഫ്ലോയിലേക്ക് ആ നഗ്നമായ യുക്തി തന്നെ അയയ്ക്കുക. ഉദാഹരണത്തിന് നോട്ട്ബുക്കെല്ലാം പോലെയുള്ള ടൂളുകളെ വെറുമൊരു അസംസ്കൃത മണ്ണായി മാത്രം കാണുക. അതൊരിക്കലും ഒരു ഫൈനൽ ആൻസറല്ല. ഒപ്പം കാര്യങ്ങൾ 90% ഓർമ്മയിൽ നിർത്താൻ സഹായിക്കുന്ന ആ വൺ ഓൺ വൺ ഫ്രീക്വൻസി നമ്മൾ എപ്പോഴും നിലനിർത്തുകയും വേണം. ഇനി ഭാഗം 3, നിങ്ങളുടെ സ്വന്തം മെട്രിക്സ് സൃഷ്ടിക്കുന്നു അഥവാ അൽഗോരിതത്തിൽ നിന്ന് രക്ഷപ്പെടൽ. വ്യൂസ് അല്ലെങ്കിൽ ലൈക്കുകൾ പോലെയുള്ള ഈ അൽഗോരിതങ്ങളുടെ അടിമത്തത്തിൽ നിന്നും നമുക്കെങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. ഇതൊന്ന് കേട്ടുനോക്കൂ. ഞാൻ മെട്രിക്സുകളിൽ പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തിക്കാൻ ഞാൻ മെട്രിക്സ് സൃഷ്ടിക്കുന്നു. അൽഗോരിതങ്ങളുടെ അടിമയാവുന്നതിനു പകരം സ്വന്തമായി വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാനുള്ള എത്ര ഗംഭീരമായൊരു ചിന്തയാണിത്, അല്ലേ? ഇനി ഇതിലേറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ 3ാമത്തെ മെട്രിക്കായ വിനയ മെട്രിക് അഥവാ ആ ഹേ ഘടകമാണ്. പരമ്പരാഗത മെട്രിക്സുകൾക്ക് പകരം സത്യസന്ധതയെ അടിസ്ഥാനമാക്കി പുതിയ മാനദണ്ഡങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ചിന്ത പൂർത്തിയാക്കിയോ എന്ന് നിലനിർത്തൽ മെട്രിക് ചോദിക്കുന്നു. യുക്തി കാഴ്ചക്കാരന്റെ യുക്തിയെ മൂർച്ച കൂട്ടിയോ എന്ന് പ്രതിഫലന മെട്രിക് ചോദിക്കുന്നു. അതിലുപരി ഈ പ്രക്രിയയെല്ലാം കണ്ട് അല്പം തമാശയോടെ ഒന്ന് ചിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഈ വിനയ മെട്രിക് ചോദിക്കുന്നത്. അതാണിതിലെ ഹൈലൈറ്റ്. ഇനി അവസാന ഭാഗം, നഗ്നമായ സന്ദേശം അഥവാ യുക്തിപരമായ
പ്രതിരോധ സംവിധാനം. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത തത്വശാസ്ത്രങ്ങളെല്ലാം ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സങ്കീർണമായ വിശകലനങ്ങളെയെല്ലാം പാടെ മറികടന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് നേരിട്ട് സംസാരിക്കുന്ന ഒരു സന്ദേശമാണിത്. നിങ്ങളുടെ വിജ്ഞാനം ആർക്കും വിൽക്കരുത്. എത്ര ലളിതവും എന്നാൽ ശക്തവുമാണിത് എന്ന് നോക്കൂ. ഇതൊന്നു നോക്കാം. ഇതെങ്ങനെയാണ് പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന്. നേരത്തെ പറഞ്ഞ ആ സന്ദേശത്തെ 3 കൃത്യമായ ഘടകങ്ങളിലൂടെ ഇവിടെ സംഗ്രഹിച്ചിരിക്കുകയാണ്. ആദ്യം AI വർക്ക്ഷോപ്പുകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് ആളുകളിലെ ആ പിരിമുറുക്കത്തെ തൊടുന്നു. തുടർന്ന് AI വെറുമൊരു ഉപകരണം മാത്രമാണെന്നും നിങ്ങളുടെ യുക്തിയാണ് യഥാർത്ഥ ശക്തിയെന്നും വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. ഒടുവിൽ ആ ഭയം വില കൊടുത്തു വാങ്ങരുത്, നിങ്ങളുടെ ചിന്തകൾ സ്വന്തമാക്കുക എന്ന ഗംഭീരമായൊരു ഗുണപാഠവും നൽകുന്നു. അവസാനമായി നാം നടത്തുന്ന ഈ ഹിഹി ഓഡിറ്റ് വളരെ രസകരമാണ് കേട്ടോ. നമ്മൾ തയ്യാറാക്കിയ സന്ദേശം എത്രമാത്രം ഫലപ്രദമാണെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. ഇവിടെ പാളികളില്ല, യാതൊരുവിധ സങ്കീർണമായ സിസ്റ്റം സംസാരങ്ങളുമില്ല. ഭയമെന്ന വികാരത്തെ മാറ്റി അവിടെ മനുഷ്യന്റെ അന്തസ്സാണ് ഒരൊറ്റ വൈകാരിക അച്ചുതണ്ടായി ഉയർത്തിപ്പിടിക്കുന്നത്. വളരെ നേരിട്ടുള്ളതും വ്യക്തവും ലക്ഷ്യബോധവുമുള്ള തികച്ചും നഗ്നമായൊരു സന്ദേശം മാത്രമാണിത്. നിങ്ങളെ ശരിക്കും ശാക്തീകരിക്കുന്ന ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ വിജ്ഞാനവും യുക്തിയും നിങ്ങളോടൊപ്പം ഭദ്രമായിരിക്കുമ്പോൾ ഏത് സാങ്കേതിക വിദ്യയ്ക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും? ഈ നഗ്നമായ സത്യം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും പ്രയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നന്ദി.